ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരൻ നടത്തിയൊരു പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രത്യേക സമുദായത്തിനിടയിൽ മദ്രസയിൽ പോയിട്ടുള്ളവരാണ് കൂടുതൽ ഇത് വിൽക്കുന്നവരിലും കാരിയേഴ്സിലൊക്കെ പെടുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. എന്താണ് അതിനോടുള്ള പ്രതികരണം? വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠനങ്ങളൊന്നും അതിൽ ഒരു പഠനമല്ല, വെറുതെ കയ്യടികൾക്ക് വേണ്ടി അപ്ലോസിന് വേണ്ടി പണിയെടുക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു സാധനമാണത്. ആവേശത്ത് പുറത്ത് എന്തൊക്കെയോ പറയാ, ഭയങ്കര നസീഹത്താണ്. ഡി അഡിക്ഷൻ സെന്റർ വരുന്നവരിൽ അങ്ങനെ ഒരു പ്രത്യേക സമുദായം അങ്ങനെ ഉണ്ടോ? ലഹരിക്ക് എന്ത് ജാതി മതം? ഓക്കെ, ഇല്ല. ഇപ്പം മലപ്പുറം പേജിന്റെ എഡിഷൻ വായിച്ച് പത്രം വായിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് മുസ്ലിങ്ങൾ കൂടുതലാകുമ്പോൾ ആ വാർത്തകളെ വായിക്കാൻ പറ്റുള്ളൂ. മതമൂല്യങ്ങൾ നൽകുന്ന ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ കുറ്റപ്പെടുത്തും. ആള് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ആള് ആർക്കെതിരെയാണ് ഒന്നും ചെയ്യണില്ല, നിങ്ങളാണ് ഇതിങ്ങനെ ഫുൾ ഇങ്ങനെയാണെന്ന് പറയണത്. ഇസ്ലാമില് മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ലഹരി? ലഹരിനോടുള്ള ഒരു അതിനുള്ള സമീപനം എന്താ? മുസ്ലിങ്ങൾക്ക് എല്ലാ കാലത്തും നിലനിൽക്കുന്ന സാമൂഹിക തിന്മകളോട് പോരിടാൻ തന്നെയാണ് അവർക്കുള്ള ഒരു പ്രചോദനം. ഇന്ന് ആകെ ഇതിനിപ്പോ പ്രായോഗികമായി പ്രതിരോധിക്കുന്ന ഒരേ ഒരു സംവിധാനം. ഇത്രയും ശക്തമായിട്ട് മഹല്ലുകൾ തോറും ബോധവൽക്കരണം നടത്തണമെന്നും സിസ്റ്റമാറ്റിക്കായി ഇടപെടണമെന്നും ഓരോ തരത്തിലുള്ള ക്യാമ്പയിന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് എതിരെയാണ് ഇയാള് ഇതൊക്കെ പറയണത്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് കയ്യടി നേടുക എന്നുള്ളത് ഒരു സ്ഥിരം പണിയാക്കി എടുത്താൽ അത് സമുദായത്തിന് ചെയ്യുന്ന സേവനമായിട്ടൊന്നും കണക്കാക്കാൻ എനിക്ക് കഴിയണില്ല. അത് അല്ലെങ്കിലേ ഒരു ഇസ്ലാമോഫോബിക് സമൂഹം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇങ്ങനെ മരുന്നിട്ട് നിരന്തരം മരുന്നിട്ട് കൊടുക്കുന്ന വ്യക്തിയാണ് ആണ് പ്രശ്നം. ഏറ്റെടുക്കാൻ വേറെ ഒരുപാട് ആളുകളുണ്ട് താൻ. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത്രയും ഒരു വലിയ സമുദായത്തിലൊരു വലിയ ഒരു ഭൂരിപക്ഷത്തെ തന്നെ ഈ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് ഈ തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ധാർമ്മിക മൂല്യം നൽകിക്കൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുക, ശക്തമാക്കുക. അത് തന്നെയാണ് നമ്മൾക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നുള്ളത്.